എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിൻ്റെ 57ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിൻ്റെ റീജിയണൽ ഫെസിലിറ്റേറ്ററായ KU മോഹൻ അങ്കിളാണ്. നമസ്കാരം അങ്കിൾ. നമസ്തേ ഡോക്ടർ അജിയ. ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു സെൻറ്ററിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് തൊട്ട് ഹോളി തീർത്ഥങ്കാർസിനെ കുറിച്ചുള്ളൊരു ഡിസ്കഷനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്കിൾ അതിനെക്കുറിച്ച് ഒരുപാട് ഇൻസൈറ്റ്സ് പറയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ കണ്ടന്റിനേക്കാൾ ഉപരി അതെന്താണ് അതിൻ്റെ ഫിലോസഫി, എന്താണ് ജൈനമതം, എന്താണ് ഹാർട്ട്ഫുൾനെസ്, അതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ ബുക്ക് എഴുതാനായിട്ട് ദാജിയുടെ പ്രചോദനം, ഇൻസ്പിറേഷൻ എന്താണ്, അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണ്ടായി. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഇന്നത്തെ എപ്പിസോഡ് ആദ്യമായിട്ട് കാണുന്നവർ ആ എപ്പിസോഡും കൂടെ ഒന്ന് കണ്ടു നോക്കി. ഇത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളും വളരെയധികം എക്സൈറ്റിംഗ് ആണ്. അങ്കിളിൽ നിന്ന് ഒരുപാട് ജെയിൻ ഫിലോസഫീനെ കുറിച്ചും ഹാർട്ട്ഫുൾനെസ് ഫിലോസഫീനെ കുറിച്ചും അറിയാനായിട്ട് കാത്തിരിക്കുകയാണ് അങ്കിൾ. അപ്പം ഉറപ്പായിട്ടും നമ്മുടെ പ്രേക്ഷകരും അതുപോലെ കാത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഭഗവാൻ ശ്രീകൃഷ്ണനും ജെയിൻ ഫിലോസഫിയും അതിൻ്റെ ഒരു കണക്ഷൻ എന്താണ്? കാരണം ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ ഭഗവത്ഗീതയെക്കുറിച്ച് ഒരുപാട് ഇമ്പോർട്ടൻസ് ദാജി കൊടുക്കുന്നുണ്ട്, ഒരുപാട് കോഴ്സസ് ഉണ്ട്. എന്താണ് ഇത് തമ്മിലുള്ളൊരു കണക്ഷൻ? വെൽ, 21ാമത്തെ തീർത്ഥങ്കർ, അദ്ദേഹത്തിൻ്റെ പേര് നമിനാഥ് എന്നാണ്. നമിനാഥ് അദ്ദേഹം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കസിൻ ആണ് എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ വസുദേവരുടെ സഹോദരൻ്റെ മകനാണ്. അപ്പോൾ ഈ നമിനാഥ് അദ്ദേഹം ഭഗവാൻ ശ്രീകൃഷ്ണനോട് വലിയ ആദരവും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള ആളായിരുന്നു. പക്ഷേ ജെയിൻ മതം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ശ്രീകൃഷ്ണനോട് അത്ര താല്പര്യമില്ല. എന്താണ് കാരണം? കാരണം ജെയിൻ ഫിലോസഫിയിൽ അഹിംസ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അപ്പോൾ അഹിംസയ്ക്ക് പ്രേരണ, ഹിംസയ്ക്ക് പ്രേരണ കൊടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, യുദ്ധത്തിന് പ്രേരണ കൊടുത്ത ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ ധൃതരാഷ്ട്രരെ പോലത്തെ ചിന്താഗതിയാണത്. കാരണം ധൃതരാഷ്ട്രം ഇത് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അദ്ദേഹം പറയും, ഈ എൻ്റെ അനിയൻ്റെ മകൻ ഈ യുദ്ധം വേണ്ട, ഈ യുദ്ധത്തിനേക്കാൾ ഇങ്ങനെ ബന്ധുജനങ്ങളെയൊക്കെ കൊന്നതിന് ശേഷം ഈ രാജ്യം കിട്ടുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഭിക്ഷയെടുത്ത് ജീവിക്കാമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഈ യാദവൻ പ്രേരിപ്പിച്ച് യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാനുണ്ടായത് എന്നാണ് ധൃതരാഷ്ട്രം പറയുക. അപ്പോൾ അതേ രീതിയിലാണ് ജൈനമതത്തിലെ ശ്രീകൃഷ്ണനോടുള്ള മനോഭാവം.
പക്ഷേ വസ്തുത അങ്ങനെയല്ല. അനാവശ്യമായ ഹിംസ വളരെ പാപമാണ് എന്ന് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവതാര ഉദ്ദേശം എന്താണ്? ധർമ്മസംസ്ഥാപനാണ്. യഥായഥാ ഹി ധർമ്മസ്യ എന്നുള്ള ശ്ലോകമില്ലേ ഭഗവത്ഗീതയിൽ. അതായത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ ധർമ്മത്തെ നിലനിർത്താനും അധർമ്മത്തെ ഇല്ലാതാക്കാനും യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കുന്നതാണ്. അപ്പോൾ ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള ബാലൻസ് ആത്മീയ പുരോഗതിക്ക് വളരെ അനിവാര്യമാണ്. അപ്പോൾ ഗുരുവിൻ്റെ ഉദ്ദേശം അതല്ല. ഗുരുവിൻ്റെ ഉദ്ദേശം എന്താണ്? ആത്മീയ പുരോഗതിയുടെ വഴിയാണ്. അപ്പോൾ പലപ്പോഴും പുരാണങ്ങളിലൊക്കെ മഹർഷിമാർ തപസ് ചെയ്യുമ്പോൾ പല രാക്ഷസന്മാരും വന്നിട്ട് വർണ്ണാശ്രമങ്ങൾക്ക് തീയിടുക, അതുപോലെ മഹർഷിമാരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ വന്ന് മഹാവിഷ്ണുവോട് സങ്കടം പറയും. ഞങ്ങൾക്ക് തപസ് ചെയ്യൊന്നും വേണ്ടേ, വർണ്ണാശ്രമങ്ങൾ വേണ്ടേ, ഈ രാക്ഷസന്മാരെ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അങ്ങ് എന്തെങ്കിലും ഇതിന് പരിഹാരം ഉണ്ടാക്കണം. അപ്പോൾ മിക്കവാറും അവതാരങ്ങൾ ഈ സാധുജനങ്ങളെ സംരക്ഷിക്കാനും ദുഷ്ടന്മാരെ അമർച്ച ചെയ്യാനുമാണ്. അപ്പോൾ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ബാലൻസ് ആത്മീയമായിട്ടുള്ള പുരോഗതിക്ക് അനിവാര്യമാണ്. അപ്പോൾ ആ നിലയ്ക്ക് അവതാരവും ഗുരുവും പരസ്പരം ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ദുര്യോധനനെ കൊല്ലുന്ന സാഹചര്യം അദ്ദേഹം പറയണത് ദുര്യോധനോടുള്ള കരുണ കൊണ്ടാണെന്ന്. ഉദാഹരണമായിട്ട് അദ്ദേഹം പറയണതെന്ന് വെച്ചാൽ, ഒരു കുട്ടി മണ്ണ് വാരി തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബലപ്രയോഗിച്ചുകൊണ്ട് ആ കുട്ടിയെ മണ്ണ് വാരി തിന്നുന്നതിൽ നിന്ന് തടയേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഈ മണ്ണ് വാരി അത് മരിച്ചു പോവും. അതുപോലെ നമ്മുടെ ദുര്യോധനൻ അധർമ്മത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സീമകളും ലംഘിച്ചിരിക്കുന്നു. അപ്പോൾ ഇനിയും അധർമ്മം തുടരുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് വളരെയധികം അന്ധകാരത്തിൽ പോയി വീഴും. അപ്പോൾ അത് തടയേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ആ വ്യക്തിയോടുള്ള അനുകമ്പയും ദയയുമാണ് കൊല്ലാനുള്ള തീരുമാനത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ഇനി അഹിംസ എന്നുള്ള വാക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. അഹിംസയുടെ അർത്ഥം എന്താണ്? ഹിംസ എന്ന് പറഞ്ഞാൽ ഇടപെടൽ എന്നാണ്. അഹിംസ എന്ന് പറഞ്ഞാൽ നോൺ ഇൻ്റർഫിയറൻസ്, ഇടപെടാതിരിക്കുക. മറ്റുള്ള ജീവികളുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കുക എന്നുള്ളൊരർത്ഥമുണ്ട്. പക്ഷേ വാസ്തവത്തിൽ അതിൻ്റെ ആന്തരിക അർത്ഥം എന്താണെന്ന് വെച്ചാൽ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നർത്ഥം. അപ്പോൾ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ ഇടപെടുമ്പോഴാണ് പരസ്പര വൈരുദ്ധ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ ഇടപെടാതിരിക്കുമ്പോൾ മനസ്സ് അതിൻ്റെ ഒറിജിനൽ സോഴ്സിലേക്ക് മടങ്ങിപ്പോകും. അതിനെയാണ് നമ്മൾ ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ ധ്യാനാത്മകമായ അവസ്ഥ, അതാണ് ശരിയായ അഹിംസ എന്നുള്ള തത്വം. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് ഈ ധ്യാനാത്മകമായ അവസ്ഥയിൽ നമ്മുടെ പ്രവണതകൾ എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രവണതകളെ പുറത്തെടുക്കുന്ന രീതിയിലുള്ള ഒരു ജോലിയിൽ നമ്മൾ ചെന്ന് ചേരേണ്ടതാണ്. അപ്പോഴാണ് നമ്മുടെ സംസ്കാരങ്ങൾ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അതിനാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ സ്വധർമ്മ നിധനം ശ്രേയത് പരധർമ്മം ഭയാവഹം എന്ന് പറയുന്നില്ലേ, അതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ നമ്മുടെ സംസ്കാരങ്ങളുടെ ഒരു പ്രകടനമാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള പ്രവണതകളാണ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ധ്യാനാത്മകമായ അവസ്ഥയിൽ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ആ പ്രവണതകളെ തന്നെ മറ്റുള്ളവർക്കൊരു സേവനമാക്കി മാറ്റാം നമുക്ക്. അതായത് എല്ലാ ജോലിക്കും സേവനത്തിൻ്റേതായിട്ടുള്ളൊരു രൂപമുണ്ട്. ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ സേവനമാണ്, അതുപോലെ ഒരു വക്കീലാണെന്ന് വയ്ക്കുക, അപ്പോൾ നിയമത്തിൻ്റെ സേവനം കൊടുക്കും. അധ്യാപകനാണെങ്കിൽ വിദ്യയുടെ സേവനം കൊടുക്കും. ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ തന്നെ ഉപയോഗമുള്ള സാധനങ്ങളുടെ സേവനമല്ല കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലുള്ള നമ്മുടെ ഉപജീവന മാർഗങ്ങളും സേവനത്തിൻ്റെ ഒരു മുഖം കൊടുക്കാൻ പറ്റും. അതിനെയാണ് ശ്രമം എന്ന് പറയുന്നത്.
അപ്പോൾ ശ്രമത്തിന് ഫലമുണ്ട്. നേരെ മറിച്ച് കർമ്മം എന്നുള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ദേശിക്കുന്നത് സത്കർമ്മമാണ്. സത്കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളെ സത്തിലേക്ക് നയിക്കുന്ന കർമ്മം. സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവാണ്. അപ്പോൾ യഥാർത്ഥ സത്കർമ്മം എന്ന് പറഞ്ഞാൽ ധ്യാനമാണ്. അപ്പോൾ ധ്യാനാത്മകമായ അവസ്ഥയിലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള അർത്ഥമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ സത്കർമ്മം എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ. അതിൽ നമുക്ക് ഫലം പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഈശ്വരനുമായിട്ടൊരു ട്രാൻസാക്ഷൻ വ്യവഹാരം സാധ്യമല്ല. അതാണ് യഥാർത്ഥ കർമ്മം എന്നുള്ളതിനർത്ഥം. അതായത് കർമ്മത്തിൻ്റെ ഫലം നമുക്കാണെങ്കിൽ അത് ദുഷ്കർമ്മം, മറ്റുള്ളവർക്കാണെങ്കിൽ അത് സത്കർമ്മം എന്നാണ്. അതിനാണ് ദാജിശ്രമം കർമ്മം എന്ന് പ്രത്യേകമായിട്ട് പറയുന്നത്. അപ്പോൾ ധ്യാനാത്മകമായ അവസ്ഥയിലാണ് നമ്മൾ ശ്രമവും വേണ്ടത്, കർമ്മവും വേണ്ടത്. അപ്പോൾ രണ്ട് സാഹചര്യത്തിലും മറ്റുള്ളവർക്കാണ് അതിൻ്റെ ഗുണഫലമായിട്ട് വരിക. അപ്പോൾ നമ്മുടെ സംസ്കാരങ്ങൾക്ക് പുറത്തു വരാവുന്നൊരു സാഹചര്യമാണ് അതിലൂടെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്. ഇനി അഹിംസയുടെ കാര്യം പറഞ്ഞാൽ പരമമായിട്ടുള്ള അഹിംസ എന്ന് പറയുന്നത് അസാധ്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, ബാബുജി മഹാരാജ് പറയും, നിങ്ങളുടെ വീട്ടിൽ ഒരാൾ കയറി വന്ന് നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ അല്ലെങ്കിൽ അച്ഛനെയോ അമ്മയോ പേരക്കുട്ടികളെയോ ഉപദ്രവിക്കുക എന്ന് വിചാരിക്കുക. നിങ്ങൾ അഹിംസ പരമോധർമ്മം എന്ന് പറഞ്ഞിട്ടിരിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യണം. കാരണം കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേ ചെവിയും കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അടിക്കും. അപ്പോൾ അതുകൊണ്ട് ഗാന്ധിയൻ ഫിലോസഫിയും അതുപോലെ ജീസസിൻ്റെ തത്വവും വാസ്തവത്തിൽ പ്രായോഗികമല്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത്, നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, സ്വധർമ്മമാണത്. അപ്പോൾ നമുക്കറിയാം, പുരാണങ്ങളിൽ പരശുരാമൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ജമദഗ്നി എന്നാണ്. അപ്പോൾ ഈ ജമദഗ്നി മഹർഷിയാണ്. ഒരിക്കൽ കാർത്തവീര്യാർജുനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ഷത്രിയ രാജാവ്, അദ്ദേഹം ഈ ജമദഗ്നിയുടെ ആശ്രമത്തിൽ കയറി ആശ്രമം കൊള്ളയടിച്ച് ഈ മഹർഷിയെ കൊന്നുകളയും. പരശുരാമൻ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. പരശുരാമൻ തിരിച്ചു വന്നപ്പോൾ അച്ഛൻ മരിച്ചു കിടക്കുന്നു. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ആലോചിച്ചു, എന്തായാലും കാർത്തിവീര്യാർജുനനെ കൊല്ലണം എന്നുള്ളത് വസ്തുതയാണ്. അതോടൊപ്പം അതിൻ്റെ കാരണം ആലോചിച്ചു, ഇതിൽ എന്താണ് സേവനത്തിൻ്റെ മാതൃക എന്ന് അദ്ദേഹം ആലോചിക്കേണ്ടത്. അതായത് അന്നത്തെ കാലത്ത് ഒരുപാട് ക്ഷത്രിയ രാജാക്കന്മാർ അധർമ്മികളായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ക്ഷത്രിയ ഈ കാർത്തിവീര്യാർജുനനെ കൊന്നതിന് ശേഷം അധർമ്മികളായിട്ടുള്ള ക്ഷത്രിയ രാജാക്കന്മാരെ തിരഞ്ഞു പിടിച്ച് 21 തവണയാണ് അവരെ കൊല ചെയ്തിരിക്കുന്നത് പരശുരാമൻ. 21 തവണ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ ഒളിച്ചിരിക്കും. അതുകൊണ്ടാണ് പിന്നെയും വരേണ്ടി വരുന്നത്. അപ്പോൾ ഇവരെ 21 തവണ ക്ഷത്രിയന്മാരെ വധിച്ചിട്ട് ഒരു രക്തപ്പുഴയൊഴുകി, ചുവന്ന കളറിലുള്ളൊരു പുഴ, അതിനെ സിമന്ത പഞ്ചകം എന്നാണ് പറയുക. ആ സിമന്ത പഞ്ചകം പുഴയുടെ തീരത്താണ് മഹാഭാരത യുദ്ധം നടക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മവും കർമ്മവും, കുരു എന്ന് പറഞ്ഞാൽ കർമ്മം എന്നാണ്, ധർമ്മവും കർമ്മവും ഒന്നിച്ചു ചേരുന്ന ഒരു സ്ഥലമാണ് കുരുക്ഷേത്രം എന്ന് പറയാൻ കാരണം എന്താണ്? ഇപ്പോൾ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? നിസ്സംഗഭാവം അല്ലെങ്കിൽ സാക്ഷിഭാവം. അപ്പോൾ സാക്ഷിഭാവത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കേണ്ടതുണ്ട്. അത് യുദ്ധമാണെങ്കിൽ യുദ്ധം, സമാധാനമാണെങ്കിൽ സമാധാനം. അപ്പോൾ അതിന് പകരം നമ്മൾ കർമ്മ വിമുഖത കാണിക്കുക അല്ലെങ്കിൽ അഹിംസാ സിദ്ധാന്തം അവിടെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് സ്വധർമ്മം പാലിക്കാൻ സാധ്യമല്ല. ഇതുകൊണ്ടാണ് ഈ അഹിംസയെ തെറ്റായ രീതിയിൽ നമ്മൾ വ്യാഖ്യാനിച്ചു. ഒരുപക്ഷെ ജൈനമതത്തിൻ്റെ സ്വാധീനമായിരിക്കാം. ഭാരതം ആയിരക്കണക്കിന് വർഷങ്ങൾ പല സാമ്രാജ്യങ്ങളുടെ അടിമകളായിട്ടിരിക്കേണ്ടി വന്നു. അതിന് കാരണം ഇതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അഹിംസ, എന്താണ് ധർമ്മം എന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. അപ്പോൾ അഹിംസയാണ് നമുക്ക് ഈ ഒരു രണ്ട് ഭഗവത്ഗീതയെയും ജൈനിസത്തിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ തീർച്ചയായും മനസ്സിലാക്കിയത്.
അതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അത് കാരണമുള്ള പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അങ്കിളിൻ്റെ ആൻസറിന് മനസ്സിലായത്. നമ്മളൊരു ഡ്യൂട്ടീനെ ബേസിസിൽ ഹിംസ ചെയ്യാം എന്നുള്ളതാണ് അതിലൂടെ കൺക്ലൂഡ് ചെയ്യേണ്ടത്. പക്ഷെ അതിനെ തെറ്റായി മനസ്സിലാക്കിയതിൻ്റെ സ്വധർമ്മം ധർമ്മത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു അങ്കിൾ. അതിനെ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുണ്ടായി. താങ്ക് യു ഫോർ ദാറ്റ് അങ്കിൾ. അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജെയിൻ ഫിലോസഫി, ജൈന മതത്തിൽ ഗുരുപരമ്പരയുണ്ടോ? ചോദിക്കാൻ കാരണം നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിൽ നമുക്ക് ഗുരുപരമ്പരയാണല്ലോ. അതുപോലെ ജൈനിസത്തിലുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഹാർട്ട്ഫുൾനെസ്സിൽ ഉള്ളതുപോലെ 24 തീർത്ഥങ്കാസിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ വർദ്ധമാന മഹാവീരൻ, അദ്ദേഹം ആദ്യത്തെ തീർത്ഥങ്കാരായിരുന്ന ഋഷഭദേവൻ്റെ പേരക്കുട്ടിയായിരുന്നു. മരീചി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിനുശേഷം അദ്ദേഹം 5000 വർഷം കാത്തിരുന്നതിന് ശേഷമാണ് വീണ്ടും വർദ്ധമാന മഹാവീരനായി പുനർജനിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയധികം കാലഘട്ടം വേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ആ നിർജ്ജര അല്ലെങ്കിൽ ആ പരിശുദ്ധി ലാളിത്യത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു മാതാപിതാക്കൾ ഭൂമിയിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബാബുജി മഹാരാജ് പറയണത്, നമ്മൾ ഭാവിക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടതുണ്ട്, ഭാവിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന്. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ ഇപ്പോൾ 24 തീർത്ഥങ്കാസും നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അത് പരമ്പരയെന്ന് തോന്നുമെങ്കിലും അവർ തമ്മിൽ വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. ഹാർട്ട്ഫുൾനെസ്സിൽ ബാബുജി മഹാരാജ് ജനറ്റിക് മ്യൂട്ടേഷനിലൂടെ ഈ ഗുരുപരമ്പര സാധ്യമാക്കി. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ഒരുമിച്ചിരുന്ന് ധ്യാനം ചെയ്യുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന ആ എഗ്രിഗോർ കൊണ്ട് ജനറ്റിക് മ്യൂട്ടേഷൻ സാധ്യമാണ്. അപ്പോൾ കൂടുതൽ ആത്മാക്കൾ, മനോഹരമായ ആത്മാക്കളെ റിസീവ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്ന ഒരവസ്ഥ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ എന്താ പറയുന്നത്, സി പോയിൻ്റ് എന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അപ്പോൾ സി പോയിൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിന് നിരന്തര സ്മരണ. എ ബി പോയിൻ്റുകളിലുള്ള പ്രാക്ടീസ്, ദിവസേനയുള്ള ക്ലീനിങ്, പ്രിസെപ്റ്ററുമായിട്ടുള്ള സീറ്റിംഗ്, ഭണ്ഡാര. നമ്മൾ ഭണ്ഡാര അറ്റൻഡ് ചെയ്യുന്നില്ലേ, അത് ജനറ്റിക് മ്യൂട്ടേഷന് ഒന്നാം തരം ഒരു അവസരമാണ്. കൂടുതൽ ആത്മാക്കളെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, മാസ്റ്റേഴ്സിനെ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വയം ഒരു തീർത്ഥങ്കാരായി മാറാം. അതുപോലെ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ധ്യാനിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. അപ്പോൾ തീർത്ഥങ്കാർസിനെ നമുക്ക് ഭൂലോകത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സാധ്യതയും കൂടി നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഭാവിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് ഹാർട്ട്ഫുൾനെസ്സിൽ എന്ന് പറയാൻ കാരണം കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്നത് എന്താണ്? അച്ഛൻ്റെയും അമ്മയുടെയും മനോഭാവമാണ്. ഇപ്പോൾ മഹാഭാരതത്തിൽ നമ്മൾ പറയുന്നില്ലേ, ധൃതരാഷ്ട്ര, ദുര്യോധനൻ ഇവരുടെയൊക്കെ ജനനം എങ്ങനെയാണ്? വ്യാസൻ്റെ ബീജമാണെങ്കിലും ഈ ആദ്യത്തെ രാജകുമാരി വ്യാസൻ്റെ രൂപം കണ്ട് ഭയപ്പെട്ട് കണ്ണടക്കുകയാണ്. അപ്പോഴാണ് അന്ധരായ ധൃതരാഷ്ട്രം ഉണ്ടാവുന്നത്. രണ്ടാമത്തെ രാജകുമാരി ഇദ്ദേഹത്തിനെ കണ്ട് വിളറി വെളുത്തു. അപ്പോഴാണ് ലൂക്കോഡർമിക്കായിട്ടുള്ള പാണ്ഡുവിൻ്റെ ജനനം. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മനോഭാവമാണ് കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. അവിടെയാണ് നമുക്ക് ഈ പ്രിപ്പറേഷൻ ആവശ്യമുണ്ടെന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ സ്വയം പ്രിപ്പയർ ചെയ്യുമ്പോഴും അതുപോലെ അച്ഛനും അമ്മയും പ്രിപ്പയർഡ് ആവുന്ന സമയത്ത് സ്വയം തീർത്ഥങ്കാരായിട്ട് മാറാനുള്ള അവസരമുണ്ട്. കൂടുതൽ ആത്മാക്കളെ നമുക്ക് ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? ഇനി നമുക്ക് നോക്കാം, ഈ ഋഷഭദേവൻ, അദ്ദേഹത്തിനെക്കുറിച്ച് വേദങ്ങളിൽ പ്രതിപാദനം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. വേദങ്ങളിലൊന്നിലും തന്നെ ക്ഷേത്രങ്ങളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള പരാമർശമില്ല. ഭഗവത്ഗീതയിൽ ഇല്ല. ഇപ്പോൾ ഭഗവത്ഗീതയിൽ അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട്, അങ്ങ് ഞാൻ എൻ്റെ ഭാര്യയുടെ സഹോദരനായിട്ട് കണ്ടിരുന്നു, അങ്ങ് പരമാത്മാവാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് അങ്ങയുടെ ഓരോ വാക്കുകളും ഞാൻ ആജ്ഞയായി ശിരസാവഹിക്കുന്നതാണെന്ന് കരിഷ്യേ വചനം തവ എന്ന് പറയുന്നുണ്ട്. എന്നിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എനിക്ക് അങ്ങയെ മനസ്സിലായി,
ഭാവി തലമുറ അങ്ങയെ എങ്ങനെ അറിയും? അപ്പോൾ അതിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന മറുപടി ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന്. ഏത് ജീവജാലങ്ങളും അതിൻ്റെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടാവുന്നു. അതിന് പകരം ദ്വാരകയിലെ ക്ഷേത്രത്തിൽ പോയാൽ മതി എന്ന് പറയുന്നില്ല. അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളായിട്ടുള്ള അഷ്ടാവക്ര ഗീത, യോഗവാസിഷ്ടം. അഷ്ടാവക്ര ഗീതയിൽ മോക്ഷപ്രാപ്തിക്ക് ഞാൻ എന്ത് ചെയ്യണം എന്ന് അഷ്ടാവക്ര മഹർഷിയോട് ജനക മഹാരാജാവ് ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയണത് വിഷയങ്ങളെ വിഷം പോലെ കരുതുക എന്നാണ്. പിന്നെ ക്ഷമ, ദയ, ആർജവം, സന്തോഷം, സത്യം, ഈ ഗുണങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാമെന്ന്. അപ്പോൾ ധ്യാനാത്മകമായ മനസ്സ് പിന്നീട് ഈ യമനിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ക്ഷേത്രാരാധനയെക്കുറിച്ച് അവിടെ പറയുന്നില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ഒരു സംഗതി എന്ന് പറയുന്നത് ഹാർട്ട്ഫുൾനെസ്സിൽ ഉപയോഗിക്കുന്ന ദാജി പറയും KGB അപ്രോച്ചാണ്. കർമ്മം, ജ്ഞാനം, ഭക്തി. അതാണ് KGB അപ്രോച്ച് എന്ന് പറയുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഉദ്ദേശം എന്താണ്, ശ്രദ്ധയോടുകൂടി അത് ചെയ്യുക, അതിൻ്റെ മനോഭാവം. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജ്ഞാനയോഗം, ശ്രദ്ധ എന്ന് പറഞ്ഞാൽ കർമ്മയോഗം, മനോഭാവം എന്ന് പറഞ്ഞാൽ ഭക്തിയോഗം. അപ്പോൾ ജ്ഞാനം, ഭക്തിയില്ലാത്ത ജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ ഭക്തിയില്ലാത്ത കർമ്മം കൊണ്ട് എന്താണ് പ്രയോജനം? അപ്പോൾ കർമ്മവും ഭക്തിയും ജ്ഞാനവും തമ്മിലുള്ള ഒരു സമഞ്ജസമായ യോജിപ്പാണ് നമ്മളെ കർമ്മങ്ങളെ ഉദാത്തമാക്കി മാറ്റുന്നത്. ഇപ്പോൾ വിവേകാനന്ദ സ്വാമികൾ പറയും 3H എന്ന് പറയുന്നത്. അതായത് ഹാർട്ട്, ഹെഡ് ആൻഡ് ഹാൻഡ്സ്. അതായത് എല്ലാം നമ്മളുടെ കർമ്മത്തിലാണ്. നമ്മൾ രാവിലെ നമ്മുടെ ഹിന്ദു ധർമ്മത്തിലെ കൈകളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു മന്ത്രം പറയില്ലേ? അതായത് കരാഗ്രേ സരസ്വതി, കരമൂലേ ലക്ഷ്മി, കരമധ്യേ ഗോവിന്ദ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലക്ഷ്മിയും സരസ്വതിയും അതുപോലെ ഗോവിന്ദനുമെല്ലാം നമ്മുടെ കൈകളിലാണെന്ന്. അതായത് നമ്മുടെ കർമ്മഫലമാണെന്ന്. ആ കർമ്മം എങ്ങനെ ചെയ്യണം? ഭക്തിയും ജ്ഞാനവും കർമ്മവും കൂടി സമ്മേളിക്കണം. മനസ്സും ഹൃദയവും തമ്മിലുള്ള സമ്മേളനം വേണം. അതാണ് 3H എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതാണ് കൂടുതൽ പ്രായോഗികമായിട്ടുള്ള ഒരു വസ്തുത. ഓക്കെ. ഒരു കർമ്മം, ഭക്തി, ജ്ഞാനം, ഒരു പുതിയൊരു ഷോർട്ട് ഫോമിലൂടെ അങ്കിൾ അതിനെ KGBനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നന്നായെങ്കിൽ. അതുപോലെ തന്നെ എനിക്കിതിൽ ഹൈലൈറ്റ് ചെയ്ത വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ആണ്, അല്ലെ, ഒരു തീർത്ഥങ്കാരാവാനായിട്ടുള്ള. അപ്പം അതിനൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധനയാണ്, നമ്മുടെ പ്രാക്ടീസിലൂടെയാണ്. അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ ഉയർന്നൊരു തീർത്ഥങ്കാർ എന്നുള്ളൊരു വൈബ്രേറ്ററി ലെവലിലേക്ക് എത്താൻ നമ്മൾ ആ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഒരു പരമ്പര പോലെയാണെന്ന്. പക്ഷെ അതിനൊരു ക്ലാരിറ്റിയും അങ്കിൾ തന്നു. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതിന് തമ്മിൽ ഓരോ തീർത്ഥങ്കാരും നമ്മൾ ഇത്രയും വർഷത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ഹാർട്ട്ഫുൾനെസ് അങ്ങനെയല്ല, അല്ലേ? ഓൾറെഡി ഓരോ അടുത്ത മാസ്റ്ററിനെയും ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടാണ് അടുത്തടുത്ത കുറച്ചും കൂടെ മികച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള മാസ്റ്റേഴ്സാണ് നമ്മുടെ ഗുരുപരമ്പരയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അങ്കിൾ പറയുന്നുണ്ട്. അപ്പം ഹാർട്ട്ഫുൾനെസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ പ്രാക്ടീസസ് ഇതെല്ലാം തന്നെ ഗോളിലേക്ക് എത്തുന്ന ചക്രങ്ങളിലൂടെ ഒരു ഫിലോസഫി നമ്മുടെ സ്പിരിച്വൽ അനാട്ടമിയിലും പറയുന്നുണ്ടല്ലോ. അപ്പം ചക്രാസിനെ കുറിച്ചുള്ളൊരു ഇമ്പോർട്ടൻസ് ഹാർട്ട്ഫുൾനെസ്സിൽ പറയുന്നുണ്ട്. അതുപോലെ എന്താണ് ജെയിൻ ഫിലോസഫിയിൽ പറയുന്നത് അങ്കിൾ? അതിൽ എന്താണ് ശരിക്കത്തെ സ്പിരിച്വാലിറ്റി ആസ് പെർ ജെയിൻ ഫിലോസഫി? ജെയിൻ ഫിലോസഫിയിൽ ചക്രങ്ങളെക്കുറിച്ച് അതേ രീതിയിൽ പറയുന്നില്ല. പക്ഷേ വർദ്ധമാന മഹാവീരനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം നിർഗ്രന്ഥി എന്നാണ്. നിർഗ്രന്ഥി എന്ന് പറഞ്ഞാൽ, ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഊർജത്തിൻ്റെ ഘനീഭാവം. അതിനല്ല നമ്മൾ ചക്രാസായിട്ട് പറയുന്നത്. ഗ്രന്ഥികൾ ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ര പരിശുദ്ധിയും ലാളിത്യമുള്ള ഒരു ആത്മാവായിരുന്നു അത് എന്നാണ് അർത്ഥം.
അപ്പോൾ നിർഗ്രന്ഥി എന്ന് പറയുമ്പോൾ അപ്പോൾ ഇൻഡയറക്റ്റായിട്ട് ഈ ചക്രങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രതിപാദ്യമുണ്ട് എന്നർത്ഥം. സാധാരണ നമ്മൾ ആത്മീയതയിൽ 7 ചക്രങ്ങളെക്കുറിച്ച് പറയാം. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രദള പത്മം എന്ന് പറയും. അപ്പോൾ 7 ചക്രം. 7ാമത്തെ ചക്രം സഹസ്രദള പത്മമാണ്. അതായത് സച്ചിത് ആനന്ദം. അപ്പോൾ സച്ചിദാനന്ദം അവിടെയാണ് നമ്മൾ സ്ട്രക്കായി പോണ ഒരു ഏരിയയാണത്. അതിനപ്പുറത്തേക്ക് പോവില്ല. അപ്പോൾ സാധാരണ രീതിയിൽ. പക്ഷേ ഹാർട്ട്ഫുൾനെസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞിട്ട് വീണ്ടും 3 ചക്രങ്ങളെക്കുറിച്ച് പറയുന്നു. അതായത് 13 ചക്രങ്ങളെക്കുറിച്ചല്ലേ ഹാർട്ട്ഫുൾനെസ്സിൽ പറയണത്. അപ്പോൾ സച്ചിദാനന്ദത്തിൽ പലതും നിന്നു പോകുന്നു. അപ്പോൾ സന്തോഷം അല്ലെങ്കിൽ ആനന്ദം എന്ന് പറയുന്നതും ആത്യന്തികമായ അവസ്ഥയിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ അവസാനിക്കുന്നില്ല എന്ന് പറയുന്നത്, വീണ്ടും മുന്നോട്ട് പോകണം എന്ന് പറയുന്നത്. അപ്പോൾ ചക്രങ്ങളെക്കുറിച്ച് നേരിട്ടുള്ളൊരു പ്രതിപാദ്യം ഇതിലില്ല. പക്ഷേ നിർഗ്രന്ഥി എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ലക്ഷ്യം എന്ന് പറയുന്നത് കൈവല്യമാണ്. അപ്പോൾ കൈവല്യം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ടുള്ള അവസ്ഥയാണ്. അതിന് താഴെയുള്ള ഒന്നും ഈ ജൈനമതത്തിൽ ലക്ഷ്യമായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഒരു ആത്യന്തികമായിട്ടുള്ള അവസ്ഥയെ കൈവല്യം എന്ന് പറഞ്ഞാൽ അതാണ് ലക്ഷ്യമാക്കി എടുക്കുന്നത്. ആ രീതിയിൽ ഹാർട്ട്ഫുൾനെസ്സിലെ ലക്ഷ്യം തന്നെയാണ് പറയുന്നത്, അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരേ രീതിയിലുള്ള ഒരു അവതരണമാണത്. ഇനി ചോദിച്ചത് എന്താണ്, ശരിയായ റിയൽ സ്പിരിച്വാലിറ്റി, യഥാർത്ഥത്തിലുള്ള ആത്മീയത എന്താണ് എന്ന് ചോദിച്ചു. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കും. അപ്പോൾ ധർമ്മം എന്ന് പറഞ്ഞാൽ ഹിന്ദു ധർമ്മം, ഇസ്ലാം ധർമ്മം, ക്രിസ്തു ധർമ്മം, അങ്ങനെ പലതരത്തിലുള്ള ധർമ്മങ്ങളുണ്ട്, മതങ്ങളുടെ വ്യത്യാസത്തിൽ. ഓരോ ഇതിലും ധർമ്മങ്ങൾ വ്യത്യാസമുണ്ട്. ഓരോ മതത്തിലും ധർമ്മങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷെ ഓരോ മതങ്ങളും പറയാം അവരവരുടെ ധർമ്മമാണ് ഏറ്റവും മികച്ചതെന്ന് പറയാം. പക്ഷേ എല്ലാത്തിൻ്റെയും എസെൻസ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. കാരണം എന്താ, റിലീജിയൻ എന്നുള്ള വാക്ക് തന്നെ റീകണക്റ്റ്, റീലിഗാറെ എന്നുള്ള വാക്കെന്നാണ് വന്നത്. അപ്പോൾ ജീവാത്മാവിനെ പരമാത്മാവുമായി കണക്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് റിലീജിയൻ, റീകണക്റ്റ് എന്നുള്ള വാക്ക് വന്നത്. ആ അർത്ഥത്തിൽ എല്ലാത്തിൻ്റെയും എസെൻസ് ഒന്നാണ്. അപ്പോൾ ആ എസെൻസിന് നമുക്ക് സ്പിരിറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതാണ് സ്പിരിച്വാലിറ്റി. നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ എന്താ പറയുക, ഈശ്വരൻ സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്. അടുത്ത സ്റ്റേജ് എന്താണ്, അത് നമുക്ക് അനുഭവവേദ്യമാകണം, ഫീലിംഗ് ലെവലിലേക്ക് പോകണം. അപ്പോൾ ധർമ്മങ്ങളെ നമ്മൾ ചിന്ത എന്ന് പറയുകയാണെങ്കിൽ, മതത്തിന് ചിന്ത എന്ന് പറയുകയാണെങ്കിൽ, ആത്മീയത ഫീലിംഗ് ആണ്. അപ്പോൾ ഹൃദയത്തിലുള്ള അനുഭൂതിയാണത്. അപ്പോൾ ചിന്തകൾ അനുഭവമാവുന്ന അവസ്ഥ. ഇനി എപ്പോഴും ഈശ്വരനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണ്, ഉള്ളിൽ നിന്ന് ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഹൃദയം ശുദ്ധീകരിക്കേണ്ട ആവശ്യകതയുണ്ട് അവിടെ. അപ്പോൾ എന്താണ് നല്ലത്, ഒരു ക്ഷേത്രം സൃഷ്ടിച്ച് അദ്ദേഹത്തിനെ അവിടെ പ്രതിഷ്ഠിക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ പോവുക, നമ്മളോടത് പ്രതികരിക്കില്ല. അങ്ങനെയാണ് ഈ തത്വചിന്ത ഘനീഭവിച്ചത്. ഇതാണ് മതവും ആത്മീയതയും, ധർമ്മവും അതുപോലെ ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്കറിയാം, ഇപ്പം നമ്മൾ പറഞ്ഞു ഋഷഭദേവൻ, അദ്ദേഹത്തിന് വേദങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശമുണ്ടെന്ന് പറഞ്ഞു. കേനോപനിഷത്തിലാണ് അത് പറയുന്നത്. പ്രാണാഹുതി എന്താണെന്ന് പറയുന്നത്, പ്രാണാഹുതി തുടങ്ങി വെച്ചത് അദ്ദേഹമാണ്. അപ്പോൾ അതിൽ അന്നസ്യ അന്നം, മനസ്യ മനം, പ്രാണസ്യ പ്രാണ, അതിനെയാണ് പ്രാണാഹുതി എന്ന് പറയുന്നത്. അപ്പോൾ അന്നസ്യ അന്നം എന്ന് പറഞ്ഞാൽ അന്നത്തിൻ്റെ അന്നം. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം ഒരു ഖരാവസ്ഥയിലുള്ളതാണ്, ഘനീഭവിച്ചൊരു വസ്തുവാണ്. പക്ഷെ അത് നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യുമ്പോൾ സൂക്ഷ്മമായിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിട്ടാണ് നമ്മൾ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്ത് അത് ബ്ലഡായിട്ട് മാറുന്നു. അപ്പോൾ ഒരു വസ്തുവിനെ നമുക്ക് സ്വാംശീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ അത് നമ്മളെക്കാൾ സൂക്ഷ്മമായിരിക്കണം എന്നർത്ഥം. എന്നാലേ നമുക്ക് അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഭക്ഷണത്തിന് അതേ രൂപത്തിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ സാധ്യമല്ലല്ലോ, സൂക്ഷ്മ രൂപത്തിലാണ് ആഗിരണം ചെയ്യുന്നത്.
അതാണ് ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിൻ്റെ പൊസിഷനും സ്പീഡും ഒരുമിച്ച് അളക്കാൻ സാധ്യമല്ല. പക്ഷേ ഈ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന വസ്തു ഉപകരണം ഈ എന്തിനെയാണോ അളക്കുന്നത് അതിനേക്കാൾ സൂക്ഷ്മമാണെങ്കിൽ നമുക്ക് രണ്ടും ഒരുമിച്ച് അളക്കാൻ പറ്റും. അപ്പോൾ അതിലും സൂക്ഷ്മമായിരിക്കണം. അതുകൊണ്ടാണ് പ്രാണാഹുതി പ്രാണസ്യ പ്രാണ എന്ന് പറയുന്നത്. അത് അനന്തമായിട്ടുള്ള സോഴ്സാണെന്ന് പറയും. ഇനി ധ്യാനം എന്നുള്ള വാക്കിന് നമ്മൾ എന്താ പറയുക അർത്ഥം? ധീ പ്ലസ് യാൻ എന്നാണ് പറയുന്നത്. ധീ എന്ന് പറഞ്ഞാൽ ബോധത്തിൻ്റെ വിവേകത്തിൻ്റെ ഉന്നതമായ അവസ്ഥ. യാൻ എന്ന് പറഞ്ഞാൽ അവിടേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനം. ഈ വാഹനത്തിന് ഇന്ധനം ആവശ്യമാണ്. ഇന്ധനം വാഹനത്തിനേക്കാൾ സൂക്ഷ്മമായിരിക്കണം. അതായത് അതുകൊണ്ടാണ് പ്രാണാഹുതി പ്രാണസ്യ പ്രാണ നമ്മൾ ആദിശക്തി എന്ന് പറയുന്നത്. സൃഷ്ടിക്ക് മുൻപുണ്ടായിരുന്ന ആ സന്തുലിതാവസ്ഥ, അതിൻ്റെ എസൻസാണ് മാസ്റ്റേഴ്സ് നമുക്ക് പകർന്നു തരുന്നത്. അപ്പോൾ മാസ്റ്റേഴ്സ് അതിലും സൂക്ഷ്മമായിരിക്കണം അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ബോധത്തിനെ നമ്മൾ ഉന്നതമായ അവസ്ഥയിലേക്ക് സൂപ്പർ കോൺഷ്യസ് സ്റ്റേജിലേക്കും സബ് കോൺഷ്യസ് സ്റ്റേജിലേക്കും നമ്മൾ കൊണ്ടുപോകുന്നു. അപ്പോൾ അത് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഈ ഇന്ധനം, വാഹനത്തിൻ്റെ ഇന്ധനം എന്ന് പറയുന്നത് ബോധത്തേക്കാൾ സൂക്ഷ്മമായിരിക്കണം. നമുക്ക് ആകെ കൂടി അവൈലബിൾ ആയിട്ടുള്ള വളരെ ചെറിയൊരു ബോധം മാത്രമേ നമുക്കുള്ളൂ. ഇപ്പോൾ കാര്യമായ ബോധം നമുക്കില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ബോധത്തിൻ്റെ ഉന്നതമായിട്ടുള്ളൊരു അവസ്ഥയിലുള്ള ഒരു ഗുരു നമുക്ക് അനിവാര്യമാണ്. അതാണ് ഗുരുവിൻ്റെ പ്രാധാന്യം. അത് ശാസ്ത്രീയമായിട്ടുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ആ ഋഷഭദേവനെ പോലെ ഒരു ഗുരു നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ ഗുരു പറയുന്നു എന്താണ്? ഗൃഹസ്ഥാശ്രമ ജീവിതമാണ് ഏറ്റവും നല്ലത്. ത്യാഗവും സ്നേഹവും കരുണയും അനുകമ്പയൊക്കെ നമുക്ക് പരിശീലിക്കാൻ ഏറ്റവും നല്ലൊരു അവസരം ഗൃഹസ്ഥാശ്രമമാണ്. അപ്പോൾ ത്യാഗം അതുപോലെ തന്നെ അനുകമ്പ എന്നുള്ളതൊക്കെ നമ്മൾ ധർമ്മങ്ങളിൽ പറയുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥ രൂപം എന്താണെന്നറിയില്ല നമുക്ക്. നമ്മൾ എന്തിനാണ് ത്യജിക്കേണ്ടത്? നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള വസ്തുതകളെയാണ് നമ്മൾ ത്യജിക്കേണ്ടത്. കുടുംബത്തിനെ ത്യജിക്കേണ്ട ആവശ്യമില്ല, കുട്ടികളെ ത്യജിക്കേണ്ട ആവശ്യമില്ല, അച്ഛനും അമ്മയും ത്യജിക്കേണ്ട ആവശ്യമില്ല. അവർ നമ്മുടെ ആത്മീയ പുരോഗതിക്ക് അനുകൂലമാണ്. സ്നേഹം, ത്യാഗം, അനുകമ്പ എല്ലാം പരിശീലിക്കാനുള്ളൊരു വേദിയാണ് കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗൃഹസ്ഥാശ്രമമാണ് ഏറ്റവും മികച്ചതെന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് മാസ്റ്റേഴ്സ് കാണിച്ചു തരുന്നു. ഈ ഋഷഭദേവൻ അതുപോലെ എല്ലാ തീർത്ഥങ്കാർസും അവരൊക്കെ മഹാരാജാക്കന്മാരായിരുന്നു. അവരൊരു അവസ്ഥയിൽ ഒരു വിരക്തി വന്ന് രാജ്യം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അനന്തരാവകാശി കൊടുത്തുകൊണ്ട് ധ്യാനത്തിന് പോയി. അത് ഉപേക്ഷിച്ചു. അപ്പോൾ അവരുടെ എന്നിട്ട് കൈവല്യം നേടി. പക്ഷെ അവരുടെ ജീവിതം ഒരു പരീക്ഷണമായിരുന്നു. ഇന്നത് പ്രായോഗികമല്ല. അപ്പോൾ ഇത് യുക്തിക്ക് നിരക്കണമല്ല, പ്രായോഗികമല്ലാത്തതുകൊണ്ടാണ് ഇത്രമാത്രം മഹത്തായ ഒരു തത്വചിന്ത ജൈനമതത്തിലുണ്ടായിട്ടും അത് ലോകം മുഴുവൻ വ്യാപിക്കാതിരുന്നതിന് കാരണം അതാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഹാർട്ട്ഫുൾനെസ്സിലെ ഗുരുപരമ്പര നോക്കൂ, എല്ലാവരും ഓരോ തീർത്ഥങ്കാർമാരെയാണ്. അത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, നമുക്കൊരു ജീവിതം എല്ലാ അർത്ഥത്തിലും ഗൃഹസ്ഥാശ്രമിയുടെ രൂപത്തിലായതുകൊണ്ട് നമുക്കത് അനുഗമിക്കാൻ സാധിക്കും. മാത്രമല്ല, നമുക്ക് സ്വയം തീർത്ഥങ്കാരായി മാറാനുള്ള അവസരമുണ്ട്. തീർത്ഥങ്കാർസിന് ഭൂമിയിലേക്ക് വരാനുള്ള അവസരം സൃഷ്ടിക്കാനും സാധിക്കും. ആ അർത്ഥത്തിൽ മഹത്തായ ജൈനമത സിദ്ധാന്തത്തിൻ്റെ പരമ്പര ഹാർട്ട്ഫുൾനെസ് പരമ്പരയാണെന്ന് പറയാം. ഒരു മാസ്റ്റർ കഴിഞ്ഞ് അടുത്ത മാസ്റ്റർ വരുമ്പോൾ മുമ്പുണ്ടായിരുന്ന മാസ്റ്ററേക്കാൾ മികച്ച രീതിയിലാണ് അടുത്ത മാസ്റ്റർ പ്രവർത്തിക്കുന്നത്. അതായത് ഈ മാസ്റ്റേഴ്സിനും ഒരു പരിണാമം നമുക്ക് കാണാൻ കഴിയും. താങ്ക് യു. നമസ്കാരം. താങ്ക് യു അങ്കിൾ. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെ, മെയിനായിട്ട് ഫിലോസഫി ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു നമ്മുടെ ഡിസ്കഷൻ ഉണ്ടായത്. എന്താണ് ഭഗവത്ഗീതയിൽ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതും ജൈൻ ഫിലോസഫി, ഹാർട്ട്ഫുൾനെസ് ഫിലോസഫി, ഇതിനെല്ലാത്തിനെയും കോറിലേറ്റ് ചെയ്ത് വളരെ മനോഹരമായ അങ്കിൾ എല്ലാ ആൻസേഴ്സും തരുകയുണ്ടായി. സോ താങ്ക് യു സോ മച്ച് അങ്കിൾ. അപ്പോൾ ഇന്നത്തെ എനിക്ക് തോന്നുന്നു ഈ 2 എപ്പിസോഡും നിങ്ങൾ എല്ലാവരും ഒന്നും കൂടെ കേൾക്കുക.
ഹോളി തീർത്ഥങ്കാർസ് വായിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം ആവട്ടെ. ഇന്നത്തെ എപ്പിസോഡ് നമുക്കിതിലൂടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇതിന് ശേഷം നമ്മൾ യൂട്യൂബ് ഓഫ്ലൈനായിട്ട് എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യും. അതിനുശേഷം യൂണിവേഴ്സൽ പ്രെയർ കണ്ടിന്യൂ ചെയ്യും.